ഹായ് Lchf കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാമൽ ഗീ റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഒട്ടകത്തിൻ്റെ ഇറച്ചി കൊണ്ടാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ലാസ്റ്റ് ഫ്ലേവറിന് വേണ്ടി നെയ്യോ ബട്ടറോ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത രീതിയിൽ ഒട്ടകം വേവായി വരാൻ 1.5 മണിക്കൂറോളം സമയമെടുത്തു. ഒരു ഒഴിവ് ദിവസമാണ് ഞാനിത് തയ്യാറാക്കിയത്. തിരക്കുള്ള ദിവസമാണെങ്കിൽ കുക്കറിൽ ഉപയോഗിക്കാം. ബീഫും ഇതുപോലെ തയ്യാറാക്കാം. അപ്പോൾ നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തത് എന്ന്. ഇവിടെ ഞാൻ 1 കിലോ ഒട്ടകം ഇറച്ചി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട സ്പൈസസ്: ഉലുവ 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ പൂവ് 5 പീസ്, ഏലക്കായ 6 പീസ്, പട്ട 1 ഇഞ്ച് നീളമുള്ള 2 പീസ്, പിന്നെ പാകത്തിന് ഉപ്പും. പിന്നെ ആവശ്യമുള്ളത് നെയ്യാണ്. ഞാൻ 2 ടീസ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നെയ്യാണെങ്കിൽ അതെടുത്താൽ മതി. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. സവാള എടുത്തിട്ടില്ല. ഒരു വലിയൊരു തക്കാളി, കറിവേപ്പില, 3 പച്ചമുളക്. നല്ല എരിവുള്ളതാണെങ്കിൽ പച്ചമുളക് എണ്ണം കുറക്കാം. ഇനി നമുക്കിത് പാകം ചെയ്യാം. ആദ്യം ഇറച്ചി പാത്രത്തിലേക്ക് ഇട്ടു. ബാക്കി എല്ലാ സ്പൈസസും ചേർത്ത് കൊടുത്തു. ഇനി വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയം വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്, വെളിച്ചെണ്ണയും സ്പൈസസും കൂടി മിക്സായ. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് ഒന്നുകൂടി തിരുമ്മിയെടുക്കാം. ഇങ്ങനെ തിരുമ്മിയെടുക്കുന്നതിലാണ് ഇറച്ചിയുടെ രുചി എന്ന് ഉമ്മയെല്ലാം പറയാറുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പോ എരിവോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ കഷ്ണങ്ങളുടെ മുകളിൽ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് സമയം വേവുള്ളത് കൊണ്ട് വെള്ളം കുറച്ചധികം ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് നന്നായിട്ട് തിളക്കും. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്കൊക്കെ വന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 40 മിനിറ്റ് ശേഷം ഓഫ് ചെയ്താൽ മതി. പിന്നെ കുക്കർ തണുത്ത ശേഷം തുറന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതുപോലെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 1/4 ഭാഗവും വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി അടച്ചു വെക്കണ്ട. ഇങ്ങനെ തുറന്നുകൊണ്ട് തന്നെ ഇത് വറുത്തെടുക്കാം. ഞാനിവിടെ വേവ് നോക്കിയപ്പോൾ ഒരു 90% വേവായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേവ് നോക്കിയിട്ട് ആയിട്ടില്ല, വെള്ളം വറ്റിയിട്ടുണ്ട് എങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും വേവിച്ചെടുക്കാം. ഞാനിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി വറുത്തെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു 98% ഫ്രൈ ആയിട്ടുണ്ട്. ഇനി കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കൊക്കെ ഇളക്കി വറുത്തെടുക്കാം. കുക്കറിലാണ് വേവിച്ചെടുത്തതെങ്കിൽ പിന്നെ ഇതുപോലെ വറുത്തെടുക്കാൻ വേണ്ടി ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ബാക്കി വെള്ളമുണ്ടെങ്കിൽ വറ്റിച്ചതിന് ശേഷം ഇതുപോലെ വറുത്തെടുക്കുക. ഇപ്പോൾ ഇവിടെ എൻ്റെ പാകത്തിനായിട്ടുണ്ട്. നിങ്ങളുടെ പാകത്തിന് വറവായി കഴിഞ്ഞാൽ ഇനി നെയ്യോ ബട്ടറോ എന്താണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 25 ഗ്രാം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി വരാൻ കാത്തു നിൽക്കാം. ബട്ടർ ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇറച്ചിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബീഫ്, ആട് എല്ലാം തയ്യാറാക്കാം.
ഇപ്പം കാമൽ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ലാസ്റ്റ് ചേർത്ത ബട്ടറിൻ്റെ ഫ്ലേവറാണ് ഈ റെസിപ്പിയുടെ ഒരു ഹൈലൈറ്റ്. നല്ലൊരു രുചിയും മണവുമാണ് ബട്ടറിൻ്റെ. നമ്മുടെ ഡയറ്റിൽ ഒരു ദിവസം മാക്സിമം 200-250 ഗ്രാം വരെ മീറ്റ് കഴിക്കാം. അളവിൽ ശ്രദ്ധിക്കുക, കൂടിപ്പോവരുത്. ഞാനിത് കഴിച്ചത് സാലാഡിനോട് കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. കുക്കിങ്ങിൽ ബിഗിനേഴ്സായ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി.